മുതിർന്നതിന് ഇവിടെ വെച്ച് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാനായിട്ട് അവരുടെ തീരുമാനം അവരത് നടപ്പിലാക്കിയിരിക്കുന്നു. അദ്വൈത ആശ്രമത്തിൻ്റെ പേരിലുള്ള നന്ദി അവരോട് അറിയിക്കുകയാണ്. ഗുരു നിത്യ ചൈതന്യ യതിയുമായിട്ട് വലിയ ആത്മബന്ധമൊന്നും എനിക്കില്ലെങ്കിൽ പോലും പലവട്ടം ഞാൻ യതി ഗുരുവിനെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ആ കണ്ട സന്ദർഭങ്ങളിലെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ആഴത്തിൽ അറിയുന്നതിനുള്ള ഒരു സന്ദർഭമായിട്ട് ആ വേദികളൊക്കെ മാറുകയുമുണ്ടായി. യതി ഗുരുവിനെ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് 1984 അന്ന് കലാകൗമുദി വാരികയിൽ OV വിജയൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൻ്റെ പേര് തിരിയും ചുമടും എന്നായിരുന്നു. ആ ലേഖനത്തിലൂടെ OV വിജയൻ പറഞ്ഞു വെച്ചത് കമ്മ്യൂണിസത്തിൻ്റെ പ്രാധാന്യം അസ്തമിച്ചിരിക്കുന്നു, കമ്മ്യൂണിസം അതിൻ്റെ സത്ത മറ്റൊന്നിലേക്ക് കൈമാറിക്കൊണ്ട് ചരിത്രത്തിൽ നിന്ന് തിരോഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരാശയമാണ് OV വിജയൻ ആ ലേഖനത്തിലൂടെ പറഞ്ഞു വെച്ചത്. അതേ തുടർന്ന് ആ ലേഖനത്തെ മുൻനിർത്തി ഒരു ചർച്ച കലാകൗമുദി വാരികയിൽ തന്നെ നടന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഗുരു നിത്യചൈതന്യതി പറഞ്ഞത്, യതി ഗുരു ഇതിനകം സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച അനുഭവത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത്, കമ്മ്യൂണിസത്തേക്കാൾ ഭേദപ്പെട്ട ഒരാശയം, ഒരു തത്വസംഹിത ലോകത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇല്ലാതെയായി തീരുകയുള്ളൂ എന്നാണ്.